പ്രവേശിക്കുകയാണ്. പാസ്റ്റർ ബിനോയ് എബ്രഹാം അവരിൽ തന്നെ തുടർന്ന് വചനം സംസാരിക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയ ദേവദാസനെ മുൻപോട്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സ്നേഹ ശുശ്രൂഷയ്ക്ക് ശേഷം നമുക്ക് ഒന്നിച്ച് അല്പസമയം കൂടെ തിരുവചനം ശ്രദ്ധിപ്പാൻ കർത്താവ് നൽകിയ സമയത്തിനായി സ്തോത്രം. എല്ലാവരെയും ഒരിക്കൽ കൂടെ വന്ദന ചൊല്ലുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സന്തോഷമുള്ള എല്ലാവർക്കും ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് എല്ലാവരും നന്നായിട്ടൊന്ന് ഫ്രീ ആയി ഒന്ന് കർത്താവിന് മഹത്വം കൊടുത്ത് പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവർക്കാരൊക്കെ ഒന്ന് കൊടുത്ത് താങ്ക് യു ലോർഡ് ജീസസ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നത്തെ പകൽ ഒരു വലിയ സന്തോഷ ദിനമാണ്. ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? വായ്കൾ തുറന്ന് കർത്താവിന് മഹത്വം കൊടുക്കാൻ തോന്നും. അതാണ് അതിൻ്റെ ആദ്യത്തെ എക്സ്പ്ലോറേഷൻ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നിൽക്കും. കഴിഞ്ഞ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെ എൻ്റെ ശുശ്രൂഷകളിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ യാത്രകൾ ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയൊരു സന്ദേശമുണ്ട്. ഞാൻ ആ സന്ദേശമാണ് ഇന്നത്തെ ദിവസം ഡെലിവറി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ സന്ദേശം ഒരു 4-5 രാജ്യങ്ങളിൽ കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ കൊടുത്തു. മാഞ്ചസ്റ്ററിൽ ഈ സന്ദേശം നൽകിയേക്കാന്ന് വിചാരിക്കും. ഓൺലൈനൊക്കെ ആയതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഓൺലൈൻ കാണുന്നവർക്ക് അല്പമൊക്കെ റിപ്പീറ്റേഷൻ തോന്നും. പക്ഷേ മെസ്സേജ് മുഴുവനായി ആളും കേൾക്കാറില്ല പൊതുവെ ആളുകൾ. കാരണം ഓൺലൈൻ കാണുന്നവരാരും ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചോടിച്ച് വിടത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വർക്ക് ചെയ്യേണ്ട. നിങ്ങൾക്ക് വേണ്ടതായ നിലയിൽ ശക്തമായ കർത്താവിൻ്റെ ആലോചന നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് എൻ്റെ ടോപ്പിക്ക് ഡ്രീം എന്നുള്ളതാണ്. സ്വപ്നം എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് ഡ്രീം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഡ്രീം ഉണ്ടോ? ഡ്രീം ഉള്ളവരൊക്കെ ഒന്ന് കര ഉയർത്തി പിടിച്ചാൽ. ഡ്രീം ഇല്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ കൊച്ചു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നാട്ടിൽ പറയത്തില്ല, പേക്കിനാവെങ്കിലും കാണുന്നവർ ആരെങ്കിലും കാണത്തില്ല. കൊച്ചു വെളുപ്പാൻ കാലത്ത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സംഭവിക്കുമെന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. സ്വപ്നം, അനവധി സ്വപ്നങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന അനവധി ആളുകൾ നമ്മുടെ നടുവിലുണ്ട്. സ്വപ്നത്തിന് ദർശനമെന്ന് അതിൻ്റെ തിയോളജിക്കൽ ടേം അല്ലെങ്കിൽ ദൈവശാസ്ത്ര സംബന്ധമായി ചിന്തിച്ചാൽ അതിനെ ദർശനമെന്നും സെക്യുലർ ടേമിൽ അതിനെ സ്വപ്നമെന്നും ചിന്തിക്കാം. ഒരു വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ പ്രൈസ് ദി ലോർഡ്. ഓക്കെ. അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന്റെ മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. ഒരു സ്വപ്നം അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ആ സ്വപ്നത്തിൻ്റെ പ്രത്യേകത? പലരും പല സ്വപ്നങ്ങൾ പലരെക്കുറിച്ച് കാണാറുണ്ട്. ഇങ്ങനെയൊക്കെ ചുമ്മാ അതിരുന്ന ശേഷം ഞാൻ നിന്നെക്കുറിച്ച് അത് കണ്ടു, ഞാൻ നിന്നെക്കുറിച്ച് ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ ഭയപ്പെടുത്തുന്നവർ നമ്മുടെ ഇടയിൽ വളരെ കൂടുതലാണ്. ചെറുപ്പക്കാരൊക്കെ നമുക്ക് ചിരിക്കും. അപ്പോൾ അവർ ചിന്തിക്കുന്ന എന്തൊക്കെയോ സ്വപ്നങ്ങൾ ആരണ്ടൊക്കെ പറഞ്ഞിട്ട് ഭയന്നിരിക്കുന്നവരൊക്കെ ഉണ്ട്. ചിലരൊക്കെ നാളുകൾ നോക്കി, നാൾ വഴികൾ നോക്കി സ്വപ്നങ്ങൾ പറയുന്നു. ചിലരൊക്കെ UK വന്ന കാലഘട്ടത്തിൻ്റെ ഡേറ്റ് നോക്കി സ്വപ്നങ്ങൾ പറയുന്നു. ചിലർ ഇമിഗ്രേഷൻ്റെ റൂൾ നോക്കി സ്വപ്നങ്ങൾ പറയുന്നു. ചിലർ ലോ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ലോ ചേഞ്ച് ആകുന്നതനുസരിച്ച് സ്വപ്നങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ചിലർക്ക് പണത്തിൻ്റെ അക്കൗണ്ടിൻ്റെ കുറവും കൂടുതലും അനുസരിച്ച് സ്വപ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ചിലർക്ക് എക്സാം റിസൾട്ട് ഫസ്റ്റ് ക്ലാസ് A+ കിട്ടി, സ്വപ്നം കൂടി. B കിട്ടി, സ്വപ്നം കുറഞ്ഞു. C കിട്ടി, സ്വപ്നം പോയി. D, E, F കിട്ടി, സ്വപ്നം എല്ലാം ഉടഞ്ഞു പോയി. ഇങ്ങനെ സ്വപ്നങ്ങൾ ഉണ്ടാവുകയും സ്വപ്നങ്ങൾ ഉടഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു തലമുറയിൽ നാം ജീവിക്കുന്നു. സ്വപ്നത്തിന് ഗ്രീക്കിൽ പറയുന്ന വേർഡാണ് ഓണാർ, ONAR. ഒനാർ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ദർശനം, സ്വപ്നം എന്ന പദപ്രയോഗങ്ങൾ ഉരുവെടുത്തിട്ടുള്ളത്. ഞാൻ സ്വപ്നത്തിൻ്റെ കുറച്ച് അപ്രോച്ചസ്, സമീപനങ്ങളെയാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്തൊരു വലിയ വെളിപ്പാട് ദൈവസഭയിൽ മറഞ്ഞിരിപ്പുണ്ട്. ഇന്നൊരു പെൺകുട്ടി നമ്മുടെ ഇടയിൽ സ്നാനപ്പെട്ടത് കൊണ്ട്
ഞാൻ സ്വപ്നം എന്ന വേർഡ് ഇവിടെ ആദ്യം തന്നെ ഉദ്ധരിച്ചത് കൊണ്ടും എനിക്ക് സന്ദേശം നിങ്ങളോട് പറയണമെന്ന് പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉണാർ, സ്വപ്നം എന്ന ഗ്രീക്ക് പദത്തിന്റെ ഉണാർ എന്നതിന്റെ പരിഭാഷയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. അതിലൊന്ന് ഇമ്പോസിബിൾ തിങ്സ് ടു റിയാലിറ്റി, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒന്നാണ് സ്വപ്നം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ഉണ്ടായി വന്ന ഒന്നല്ല, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിന്ന് അല്പം കൂടി എക്സ്റ്റെൻഡ് ആയതൊന്നല്ല, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അല്പം കൂടെ ബുദ്ധി കൂടിയതല്ല. ഇംപോസിബിൾ തിങ്സ് ടു റിയാലിറ്റിയിലോട്ട് വരിക. അസാധ്യമെന്ന് നിങ്ങളുടെ മുമ്പിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ, വിഷയങ്ങൾ, ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നു. വിശ്വസിക്കുന്നവർക്കൊന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ഒരു നിമിഷം ആ മറിയ, ആ അമ്മയിലേക്കൊന്ന് പോയി നോക്കൂ. അവൾക്കൊരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയത്തില്ല. എന്താണ് ചിന്തിക്കാൻ കഴിയാത്തത്? പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയാകണം. ആ ജോസഫിനെ നിങ്ങൾ നോക്കൂ, എന്തോ ഒരു അപ്പനൊരു പിതാവാണ്. ഒരിക്കൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത നിലയിലാണ് അവൻ ഒരു സന്തതി ഉണ്ടായി മാറുന്നത്. ചരിത്രം കൊണ്ടോ നിയമങ്ങൾ കൊണ്ടോ സയൻസ് കൊണ്ടോ വിശ്വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യങ്ങളെ വിശ്വസിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. ഒന്നുകൂടെ അതിന്റെ ആഴത്തിൽ പഠിച്ചാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചില കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ചില വിഷയങ്ങൾ സംവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്തതിന്റെ കാരണം നിങ്ങൾക്ക് അവിശ്വാസമുള്ളത് കൊണ്ടും നിങ്ങൾക്ക് അസാധാരണത്വം നിങ്ങൾ സംഭവിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ട്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ നിങ്ങളുടെ തൊഴിലോ നിങ്ങളുടെ പ്രൊഫൈലോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ അതിന് തടസ്സമായത് കൊണ്ട്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ മറന്നു പോകുമ്പോൾ, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കാം, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കാം, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വപ്നത്തിലൂടെ ഇറങ്ങി വന്ന് നിങ്ങളെ ഉണർത്തിയെടുക്കുകയാണ്. ഇത് സംഭവിക്കാൻ പോകുന്നു. അസാധ്യമായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രത്യക്ഷമായി ചെയ്തെടുക്കുന്നതാണ് സ്വപ്നത്തിന്റെ ഭാഷ. അവിടെ ഇവിടെയെങ്കിലും കാണുന്ന കാര്യങ്ങൾ അങ്ങോട്ട് വിടും, ഇങ്ങോട്ട് വിടും. അത് വലുതാകും, ഇത് ചെറുതാകും, വാല് തലയാകും, തല വാലാകും. അമേരിക്കയിൽ ഇംഗ്ലണ്ടിൽ പോകും, ഇംഗ്ലണ്ടിൽ നിന്ന് കാനഡയിൽ പോകും, കാനഡയിൽ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങും, അവിടെ പോയി 100 പേരെ കാണും, അവിടെ പോയി 500 പേരെ കാണും. ഇതൊന്നുമല്ല സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം. സ്വപ്നം പിച്ചും പേയുമല്ല. ദൈവത്തിന്റെ പദ്ധതിക്കകത്ത്, ദൈവത്തിന്റെ പ്ലാനിന്റെ അകത്ത്, ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ നോക്കിക്കൊണ്ട് അവനെ ഉറപ്പിക്കുവാൻ, അവനെ ശക്തിപ്പെടുത്തുവാൻ, അവന്റെ മുമ്പിൽ സകലതും അസാധ്യമെന്ന് പറയുമ്പോൾ അതിനെ ഉറപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രത്യക്ഷമാകുന്നതാണ് സ്വപ്നത്തിന്റെ മീനിങ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി അല്പസമയം ഈ ദൈവത്തെ സ്തുതിക്ക്. 2006, 2005 കാലഘട്ടങ്ങളിൽ, ഒരുപക്ഷെ 1900 കാലഘട്ടങ്ങളിൽ പലതും നിങ്ങൾക്ക് അസാധ്യമായിരുന്നു. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്. ചിലതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു, ചിലതൊക്കെ നിങ്ങൾക്ക് ഓർക്കാൻ പോലും കഴിയില്ലായിരുന്നു, ചിലതൊക്കെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. പക്ഷേ അതിനെ സാധ്യമാക്കി തരുന്നതാണ് സ്വപ്നത്തിന്റെ നിവർത്തീകരണം എന്നുള്ളത്. ഇന്ന് കരങ്ങൾ ഉയർത്തിയും കരങ്ങളെ അടിച്ചു ഇവിടെ ഇരിക്കുന്ന തലമുറകളും ചെറുപ്പക്കാരും കുടുംബങ്ങളും ശുശ്രൂഷകന്മാരും ഒന്നിച്ചു പറയണോ, എൻ്റെ ഹൃദയത്തിന്റെ ചിന്തയിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി നൽകുമ്പോൾ, എന്നെ കാണിച്ചു തരുമ്പോൾ, ഉപേക്ഷയായി വിചാരിക്കാതെ പ്രാർത്ഥനയിൽ തുടരുക, ആമേൻ, ധ്യാനത്തിൽ തുടരുക. ഇന്നല്ലെങ്കിൽ നാളെ കാലങ്ങൾ കഴിയുമ്പോൾ നിന്നെ തട്ടി ഉണർത്തിയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിന്നെയും നിന്നെ ഉറപ്പിക്കും. നീ മറന്നു പോയെങ്കിലും ദൈവം നിന്നെ പിന്നെയും ഉറപ്പിക്കും. കാരണം അത് നിവർത്തിച്ചു തരുവാൻ വേണ്ടി. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ളവർക്ക് കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. 1000 പൗണ്ടുള്ള ആള് 1,00,000 പൗണ്ട് കൈവരുന്ന കാര്യമല്ല പറയുന്നത്. ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ള ആൾക്ക് അക്കൗണ്ട് നിറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്.
ജോലിയുള്ള ഒരാൾക്ക് ഒരു ജോലി കിട്ടി വീട് വാങ്ങിയ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒരു ഉണ്ടായ കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും ഓടി വന്ന കാര്യമല്ല പറഞ്ഞത്. ഒന്നുമില്ലാത്ത സ്ഥാനത്ത്, നത്തിങ്, ഒന്നും ഇല്ലാത്ത സ്ഥാനത്ത്, ഒന്നും കാണാൻ കഴിയാത്ത സ്ഥാനത്ത്, എല്ലാം മരുഭൂമിയായി കിടക്കുമ്പോൾ, എല്ലാം ഡ്രൈ ആയി കിടക്കുമ്പോൾ, നിയമത്തിനോ ആമേൻ പ്രൈസ് ദി ലോർഡ് ഒന്നിനും സാക്ഷ്യപ്പെടുത്താൻ കഴിയാത്തപ്പോൾ ചിലത് നിന്റെ ലൈഫിൽ പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു പ്രവാചകനെ പോലെ ആരൊക്കെയോ പറയുകയാണ്, നിയമം നിന്നെ അനുവദിക്കുന്നില്ല, നിന്റെ അക്കൗണ്ട് നിന്നെ സമ്മതിക്കുന്നില്ല, നിന്റെ ബോഡി ലാംഗ്വേജ് നിന്നെ അനുവദിക്കുന്നില്ല, നിന്റെ ബാക്ക്ഗ്രൗണ്ട് നിന്നെ അനുവദിക്കുന്നില്ല. പക്ഷേ ഈ മോർണിംഗ് സെക്ഷനിൽ, ഇപ്പോൾ ഈ സമ്മേളനത്തിൽ, ഈ ആരാധനയിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇതാ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ലെറ്റ് ഇറ്റ്. വിശ്വസിക്കുന്നവർ മാത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. നീ മറന്നു പോയ സ്വപ്നങ്ങൾ നിന്നെ ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ അടിച്ച് കരങ്ങൾ ഉയർത്തി. Impossible things to reality. Praise the Lord. ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ദർശനം എന്നൊക്കെ പറയുമ്പോൾ ഇമ്പോസിബിൾ ആയ കാര്യങ്ങൾ റിയാലിറ്റിക്ക് വേണ്ടി ദർശനം കാണണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കാണുവാൻ നിങ്ങൾ തയ്യാറെങ്കിൽ കർത്താവ് നിങ്ങളുടെ കൂടെ നിൽക്കും. ജോൺ വെസ്ലി മെത്തഡിസ്റ്റ് സഭയുടെ അംഗമാണ്. അദ്ദേഹം ബ്രിസ്റ്റോളുകാരനാണ്. അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, വേൾഡ് ഈസ് മൈ പാരിഷ്. ഒരു വിശ്വാസിയും തന്റെ കൂടെയില്ല, സഹപ്രവർത്തകരില്ല, തനിക്കാകെയുള്ള കൊച്ചു ഒരു ചർച്ചാണ് ആ മെത്തഡിസ്റ്റ് ചർച്ച്. ലോകത്തിലെ ആദ്യത്തെ സഭയാണ് ബ്രിസ്റ്റോളിലെ മെത്തഡിസ്റ്റ് ചർച്ച്. ഒരു ചെറിയ ചർച്ചാണ് അവിടെ. അതൊന്നും തനിക്ക് അപ്പുറത്തൊന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ തൻ്റെ അകത്ത് നിൽക്കുന്ന കത്തൽ മുഖാന്തരം, തൻ്റെ അകത്ത് നിൽക്കുന്ന വിശ്വാസ മുഖാന്തരം, തൻ്റെ അകത്ത് നിൽക്കുന്ന അർപ്പണബോധ മുഖാന്തരം താൻ എഴുതി വെച്ചു, താൻ സ്വപ്നം കണ്ടു. വേൾഡ് ഈസ് മൈ പാരിഷ്. ലോകം എന്റെ ഇടവകയാണ്. എത്ര പേർ ചരിത്രത്തിലേക്ക് നോക്കി പറയും, ജോൺ വെസ്ലി നിങ്ങൾ അസാധാരണ മനുഷ്യനാണ്. നിങ്ങളുടെ കൂടെ ആരുമില്ലാത്തപ്പോഴും, നിങ്ങൾക്കൊന്നുമില്ലാതിരുന്നപ്പോഴും നിങ്ങൾ എഴുതി വെച്ചോ, വേൾഡ് ഈസ് മൈ പാരിഷ്. പ്രൈസ് ദി ലോർഡ്. സ്വപ്നം താൻ പൂർത്തീകരിച്ചെടുത്തു. ഇവിടെ ഇരിക്കുന്ന കൊച്ചു മക്കളോട്, ചെറുപ്പക്കാരോട്, ഇവിടെ ഇരിക്കുന്ന യങ് പീപ്പിളിനോട്, ഐ ക്യാൻ മേക്ക് യു ചലഞ്ച് ഇറ്റ് ടുഡേ. യു ഹാവ് എഡ്യൂക്കേഷൻ, യു ഹാവ് എ പ്രൊഫൈൽ, യു ഹാവ് എ ലവിംഗ് പാരന്റ്സ് ആൻഡ് പ്രേയർഫുൾ പാരന്റ്സ്, യു ഹാവ് എ ചർച്ച്, ബട്ട് above than everything you need to dream in the house of the Lord and pray continuously. Commit to the Lord. One day, above than every belongings, God will fulfill the dream which is impossible things to reality. വിശ്വസിക്കുന്നവരെ കരങ്ങളെ താട്ടി. I wanted to encourage every pastors and leaders in this place now, young leaders, youth leaders, women leaders, or associate every pastors in the church, in the compound. When you talk to the young people, don't speak more about David and Abraham. Don't speak more about Saul and other people. You talk to the young people, something going to happen in your life. Something going to change in your life. Something going to happening in your life, which is going to be possible things in your life. വിശ്വസിക്കുന്ന യങ് ജനറേഷന് വേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്. God is looking the generation. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒരാളെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കാൻ കാത്തിരിക്കുകയാണ് തലമുറകൾക്ക് വേണ്ടി. ഒന്ന് കരകയർത്തിപ്പിടി. Impossible things to reality. That's one word. ദർശനത്തിനൊരു അപ്രോച്ച് അതാണ്. This is individually a dream നിങ്ങൾക്ക് വേണം. Praise the Lord. ഞാൻ എൻ്റെ 18-ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. ഒരു നല്ല പോലീസ് ഓഫീസറായിട്ടോ ഒരു നല്ല ജോലിക്കാരനായിട്ടോ എനിക്ക് പോകാമായിരുന്നു. ഞാനൊരു കായിക താരമായിരുന്നു. പാലക്കാട് ജില്ലയിലാണ് എൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അണക്കപ്പാറ എന്നൊരു ഗ്രാമമാണ് എൻ്റെ ആദ്യത്തെ പ്ലേസ് സെൻറ്റർ. ആ സമയത്ത് ഹിന്ദു വിരോധികൾ എന്നെ ആക്രമിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ എൻ്റെ കൂടെ താമസിപ്പാൻ വേലയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുപോയിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു ഭാഗ്യവാനാണ്.
അന്ന് അദ്ദേഹം എൻ്റെ കൂടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന കൂടി എനിക്കിട്ട് കിട്ടി, സന്തോഷം. എന്നിരുന്നാലും ചില ആഴ്ചകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ പല പ്രയാണ യാത്രകളിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ കാത്തു സൂക്ഷിച്ച കുറേ ഡ്രീമുകൾ ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങൾ, പട്ടിണികൾക്ക്, സാഹചര്യങ്ങൾക്കെല്ലാം എൻ്റെ ഡ്രീമിനെ ഉടച്ചു കളയുമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ബൈബിൾ എന്നെ പഠിപ്പിക്കുന്നു, ഡ്രീം അങ്ങനെ ഉടച്ചു കളയുവാൻ ഉലകത്തിൽ ആർക്കും സാധ്യമല്ല. സംഘടനയ്ക്കോ വ്യക്തികൾക്കോ പണത്തിനോ സാഹചര്യങ്ങൾക്കോ നിന്റെ മേൽ ഇട്ടിരിക്കുന്ന ദൈവത്തിന്റെ ഡ്രീമിനെ ഉടയ്ക്കുവാൻ സാധ്യമല്ല. ഡ്രീം, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു യുവർ കോൾ. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി, നിന്നെ കുറിച്ചുള്ള പ്രോമിസ്. കരങ്ങൾ തട്ടി, നിന്നെ കുറിച്ചുള്ള പ്രോമിസ്. ഡ്രീം, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ പ്രോമിസ്. The one is impossible things to reality. The second way, dream is connected to the promise. അതാണ് അവിടെ നിങ്ങൾ കാണുന്നത്. വായിച്ച വാക്യത്തിൽ അതാണ് ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ ഒരു കുഞ്ഞ് ജനിച്ച കാര്യം ഓർക്കും. പിന്നെ നിങ്ങൾ ചിന്തിക്കും കന്യക ഗർഭിണിയായ കാര്യം ഓർക്കും. പിന്നെ ചിന്തിക്കും പരിശുദ്ധാത്മാവാണ് ബീജമെന്ന് ഓർക്കും. ഇങ്ങനെ കുറെ ബയോളജിക്കൽ എവിഡൻസും ആളുകൾ നടക്കുകയാണ്. No, something is different there. The one impossible things to reality. The second revelation there. Promise connection. Praise the Lord. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും a connection from Heavenly Father by His dream. യേശു കർത്താവിന്റെ സ്വപ്നത്തിലൂടെ നിന്നെ ബന്ധിപ്പിക്കുവാൻ, നിന്നെ കണക്ട് ചെയ്യുവാൻ ദൈവത്തിന് ഒരു പ്രോമിസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ഇന്ന് സ്നാനപ്പെട്ട പെൺകുട്ടിയോട് പരിശുദ്ധാത്മ പറയുകയാണ്, a heavenly father and son and the Holy Spirit, a connection open as the biggest dream in her life. അങ്ങനെ ഡ്രീം കണ്ടിട്ടുള്ളവര്, അങ്ങനെ ഡ്രീം കണക്ട് ചെയ്തവരെല്ലാം ഒന്ന് കരയുയർത്തി പിടിച്ചാൽ, everyone, people who are connected to dream. Praise the Lord. Dream connect ചെയ്തവരെല്ലാം, you are in a place of promise. Praise the Lord. നിങ്ങളുമായിട്ട് സ്വർഗത്തിന്റെ ഒരു ഡ്രീം കണക്ട് ചെയ്താൽ, that is a meaning you are in a promise. You are not controlled by anyone in the world. You are controlled by the promises of God. ഒന്ന് കരമൊക്കെ നിർത്തി വീശിയാട്ട്. The people who are worship and leading worship, the people who are preachers, the people who are doing ministry, the people who are supporting in the church, the people who are active in the world, wherever it is, you are thinking something is organization helping. No, never. Something, no. There is a dream connection in his life. Praise the Lord. Praise the Lord. ഞാനിപ്പോൾ നിങ്ങളുടെയൊക്കെ പേര് വിളിച്ചു പറഞ്ഞ് I can say a connection to you. Because an apostle leader, I can say it. But more than what I'm speaking in language connection, ഞാൻ വായികൾ തുറഞ്ഞ് നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നതിനപ്പുറമായി നിങ്ങൾക്ക് സ്വന്തം സെൻസ് ആകണം, നിങ്ങളെക്കുറിച്ചുള്ള ഡ്രീം കണക്റ്റഡ് ടു ദ പ്രോമിസ് ഓഫ് ഗാഡ്. Praise the Lord. I want to conclude my message as early in depth on the pote. ഈ ഡ്രീം കണക്ഷൻ ടു ദ പ്രോമിസ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, the level is another. ഒരടുത്ത ലെവലുണ്ട്. Because the promise need to fulfill. എന്താണ്? Promise need to fulfill. അതൊരു വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പ്രോമിസ് ഫുൾഫിൽ ആകണം, 3 കാര്യം നിങ്ങൾക്ക് വേണം. എല്ലാവരും കാത്തിരിക്കുകയാണ്, എന്തൊക്കെയോ പ്രോമിസ് ഉണ്ട്, കണക്ഷൻ ഉണ്ട്, ഹൗ ഇറ്റ്സ് ഫുൾഫിൽഡ് അല്ലേ? ലിസൺ, ഞാൻ എഴുതി വെച്ചോട്ടോ, മറന്നു പോകണ്ട. The one, the where you are located. ദൈവം നിന്നെ എവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നോ അതുമായി ഈ ഡ്രീമിനും പ്രോമിസിനും ഒരു കണക്ഷൻ ഉണ്ട്. മനസ്സിലാവുന്നൊരു സ്വത്രം പറഞ്ഞാൽ നന്നായിട്ട് സ്വത്രം പറ. പക്ഷെ ശമുവേലും മാഞ്ചസ്റ്ററിലൊക്കെ വേണമെന്ന് ആൾക്കാർ എന്നോട് പറഞ്ഞായിരുന്നു. അദ്ദേഹം പറഞ്ഞു എനിക്ക് വെയിൽസ് ഇഷ്ടവും. നിങ്ങളത് സ്വത്രം പറഞ്ഞില്ല, അസൂയുണ്ട് ആൾക്കാർ. അദ്ദേഹത്തിന് ആ ജോഗ്രഫിയുമായി ഒരു കണക്ഷൻ, more than a connection, a promise route. Praise the Lord.
ആ പ്രോമിസ് റൂട്ടും കണക്ഷനും ഡ്രീമും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഫുൾഫിൽമെന്റ് ഉണ്ട്. നിങ്ങൾ ആയിരിക്കുന്ന ലൊക്കേഷനിൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ദ ഡ്രീം ഗോയിങ് ടു ഫുൾഫിൽ. വിശ്വസിക്കുന്ന സ്തോത്രം പറയുന്നില്ല. അപ്പൊ ഈ വാഗ്ദത്തങ്ങളൊക്കെ ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി എവിടെങ്കിലും പാസ്റ്റർമാര് വരുന്നു പറഞ്ഞ് കണ്ടോണ്ട് തലയിൽ കൊണ്ട് കൈവച്ചാലും ഇവർക്കൊന്നും ഇത് പൂർത്തീകരിച്ചു തരാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവരെ ഇങ്ങോട്ട് വന്ന മാഞ്ചസ്റ്റർ എന്നാ ലിവർപൂൾ എന്നാ പിന്നെ എന്താ വെയിൽസ് എന്നാ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. പക്ഷെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ദൈവം എത്തിച്ചിരിക്കും. നിങ്ങൾക്കറിയാം ഈ കണക്ഷനും ഈ ഡ്രീമും ഈ ലാൻഡിലും ദൈവം നിങ്ങളെ കൊണ്ടുവന്നതിന്റെ പ്ലാൻ, സ്വപ്നം നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളായിരിക്കുന്ന ലൊക്കേഷനുമായി പ്രോമിസിനൊരു കണക്ഷൻ ഉണ്ട്. രണ്ടാമത്തെ പ്രോമിസിന്റെ കണക്ഷൻ, ഡ്രീമിന്റെ കണക്ഷൻ ടു ഫുൾഫിൽ. ലൊക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ടൈമാണ്, സമയം. ചിലർ വിചാരിക്കുന്നുണ്ട് 2005 ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു, സൂപ്പർ ഉണ്ടാകാമായിരുന്നു, അല്ലെങ്കിൽ ഓവർസർ ആകാമായിരുന്നു, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സംഭവമായിരുന്നു. നോ, നിന്നെ ഇവിടെ 2025 എത്തിച്ചെങ്കിലും ആ കണക്ഷൻ മേലുള്ള പ്ലാൻ ദൈവം പൂർത്തമാക്കും. 2002 വന്നവര് ദ കണക്ഷൻ ഡ്രീം വിച്ച് ഈസ് ഡിഫറെന്റ് പർപ്പസ്, ദ ടൈം ഈസ് ഡിഫറൻസ്. എത്ര പേർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? മനസ്സിലാക്കാൻ കഴിയുന്നവരെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ചില പറയുന്നുണ്ട് പണ്ടേ ഇവിടെ വരുവാണെങ്കിൽ കുറേ കൂടെയൊക്കെ ജീവിക്കാമായിരുന്നു, വീട് മേടിക്കാം. എന്തൊക്കെ പണ്ടേ ഉള്ള കാര്യമായി പറയുന്നത്. നിങ്ങൾ ഈ പണ്ട് മുന്നൊന്നും നോക്കണ്ട. God's time is there to fulfill the promise. Praise the Lord. മൂന്നാമത്തെ കാര്യം, the people who are around you, നിന്റെ കൂടെ നിൽക്കുന്നവരുടെ ഒരു കൂട്ടം പ്രധാനപ്പെട്ട ഒന്നാണ്. നിന്നെക്കുറിച്ചുള്ള പ്രോമിസ് ഫുൾഫിൽ ആകാൻ. അപ്പോൾ ഒന്ന് ലൊക്കേഷൻ, രണ്ട് ടൈം, പിന്നെ നിന്റെ കൂടെ എറൗണ്ട് നിൽക്കുന്ന പീപ്പിളും നിന്നെ കുറിച്ചുള്ള പ്രോമിസ് ഫുൾഫിൽ ആകാൻ ഒരു കാരണമാണ്. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ശരിയല്ലെന്ന് കണ്ടാൽ കർത്താവ് നിന്നെ അവിടുന്ന് പിടിച്ചു പൊക്കും. അത് അവരുടെയും കുഴപ്പമല്ല, നിന്റെയും കുഴപ്പമല്ല, ദൈവത്തിന്റെ കുഴപ്പമാണ്. മനസ്സിലാകുന്ന ഒരു സ്തോത്രം പറയുക. അങ്ങനെ പൊക്കുന്ന കണ്ടാൽ അവിടെ ഉടക്ക് കൊടുക്കരുത്, അവിടെ പ്രശ്നം കൊടുക്കരുത്, അവിടെ വഴക്കുണ്ടാക്കരുത്. എന്ത് ചെയ്യണം? കർത്താവ് എന്നെ കുറിച്ചുള്ള പദ്ധതിയാണെന്ന് ഞാൻ മനസ്സിലാക്കി ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട് കർത്താവിന്റെ ഡ്രീം എന്നിലൂടെ ഫുൾഫിൽ ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. God, he has a connection. God, he wanted to fulfill the dream. Promise, dream fulfill ചെയ്യുന്നത് പ്രോമിസുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. I want to stop here. ദൈവത്തിന്റെ ദർശനം, ദൈവം നൽകിയ സ്വപ്നം ഇമ്പോസിബിൾ തിങ്സ് ടു റിയാലിറ്റിയിലോട്ട് പോകുന്നത് മാത്രമല്ല, വാഗ്ദത്തത്തിലൂടെ ഇത് പൂർത്തീകരിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ജനറേഷനെ ദൈവം കാണുന്നു എന്ന് പറഞ്ഞാൽ ഡ്രീം കണക്റ്റഡ് ടു ദ ജനറേഷൻ. ഇതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ തലമുറകളും ഭാഗ്യമുള്ളവരാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പാരന്റ്സ് വിഷമിക്കുന്നുണ്ടോ? എൻ്റെ തലമുറകളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടോ? നിങ്ങളുടെ തലമുറകൾ എന്തായി പോകുമെന്ന് ഓർത്ത് ഭാരപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ തലമുറകളെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ നിങ്ങൾ ഉണർത്തിയെടുക്കുകയാണ്. നിങ്ങളുടെ ഡ്രീം പാഴായി പോവുകയില്ല. ദൈവത്തിന് നൽകിയ ഡ്രീമിന്, ദൈവം നൽകിയ സ്വപ്നത്തിന് നിങ്ങളുടെ തലമുറകളുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധം താമസമിന നിങ്ങളുടെ കൺമുമ്പിൽ ദൈവം പൂർത്തീകരിപ്പാൻ പോവുകയാണ്. ഇന്ന് കാണുന്ന സാഹചര്യങ്ങൾക്കപ്പുറത്ത്, ഇന്ന് കാണുന്ന വഴിയോരങ്ങൾക്കപ്പുറത്ത് ദൈവം മറ്റു വിധമായ വഴികൾ തുറന്ന് നിങ്ങളുടെ തലമുറകളെ മാനിപ്പാൻ പോവുകയാ, നിങ്ങളുടെ ശുശ്രൂഷകളെ മാനിപ്പാൻ പോവുകയാ. ബിക്കോസ് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് നിങ്ങളുടെ തലമുറകളുമായി ബന്ധമുണ്ട്. വിശ്വസിക്കുന്നവർക്കൊന്ന് കരങ്ങളെ അടിച്ചും കരങ്ങൾ ഉയർത്തിയും ആ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാ പേരൻസും ആരും മൗനമായിട്ടിരിക്കാതെ ആ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. തലമുറകൾക്ക് വേണ്ടി സ്വപ്നം കാണുന്നവർ ഇതിനകത്ത് ഇരിപ്പുള്ളവരുണ്ടെങ്കിൽ അല്പസമയം വായികൾ തുറന്ന് അവൻ അന്യഭാഷകളിൽ ആ കരങ്ങളൊക്കെ നടിച്ച് ആത്മാവിൽ ദൈവത്തിന്
സ്തോത്രം ചെയ്യുക. അവരുടെ ഭാവി എന്താണ്, അവരുടെ വിദ്യാഭ്യാസം എന്താണ്, അവരുടെ ജീവിതം എന്താണ്, അവരുടെ പഠനം എന്താണ്, അവരുടെ കാര്യങ്ങൾ ആര് നോക്കിത്തരും, അവർക്ക് എന്ത് ഭാവി ഉണ്ടാകും, അവർക്ക് എവിടെ ജോലി കിട്ടും, വ്യത്യസ്ത ഭാരങ്ങൾ വേദനകൾ വഹിച്ചു പോകുന്ന കുടുംബങ്ങളോട് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രത്യക്ഷമായി ഇടപെട്ട് പറയുകയാണ്, ആമേൻ, ഞാൻ നിങ്ങളോടായി വിളിച്ചു പറയുകയാണ്, ഈ സ്വപ്നം നിങ്ങളുടെ തലമുറയുമായി ബന്ധമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചാത്മാവിൽ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ വലിയൊരു എക്സ്പ്ലോറേഷൻ ഇതിനകത്ത് നടക്കട്ടെ. അസാധാരണമായ ദൈവ സാന്നിധ്യം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാ. അല്പസമയം ഈ ദൈവത്തെ സ്തുതിക്ക്. ആരും മൗനമായിട്ടിരിക്കേണ്ട. ആ കരങ്ങളൊക്കെ നടിച്ച് അല്പസമയം അസാധാരണമായി ചില തലമുറകളെ അവൻ ഇന്ന് പകൽ ടച്ച് ചെയ്യട്ടെ. ചില തലമുറകളെ ലെറ്റ് ഗോഡ് മേ ടച്ച് ദം. വിശ്വസിക്കുന്നവരാൽ അത്ഭുതങ്ങൾ നടക്കും. ചില പ്രാർത്ഥനകൾക്ക് മറുപടി ഇന്ന് പകൽ നിങ്ങൾ കാണാൻ പോകുന്നു. ഹല്ലേലൂയ. സ്വപ്നം, ദർശനം അസാധ്യങ്ങളെ സാധ്യമാക്കുവാനുള്ള സമീപനമാണ്. തലമുറകളെ ടച്ച് ചെയ്യുവാനും പ്രോമിസസ് പൂർത്തീകരിക്കാനുമുള്ള സമീപനമാണ് ദർശനത്തിനുള്ളത്. ദർശനമില്ലാത്തവൻ്റെ കൂടെ ജനം നിൽക്കത്തില്ല. ദർശനം ഉണ്ടെങ്കിൽ ജനം നിൽക്കത്തുള്ളൂ. ദർശനമില്ലെങ്കിൽ ജനം നശിച്ചു പോകുന്നു. ഒരു കുടുംബനാഥനായിരുന്നാലും ഭാര്യ സഹോദരി ആയിരുന്നാലും ഇരിക്കുന്ന ഏത് ചെറുപ്പക്കാർക്കും you all need a dream or a vision to build the kingdom of God. Praise the Lord. Second way, ദർശനം അഥവാ സ്വപ്നത്തിന് മറ്റൊരു ഗ്രീക്ക് വേർഡാണ് എനിപ്നിയോൻ എന്നാണ് അതിൻ്റെ ഭാഗം. എനിപ്നിയോൻ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 17-ാമത്തെ വാക്യം കൊടുത്ത് പെട്ടെന്ന് വായിച്ച് സഹായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2:17. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പരിശുദ്ധാത്മാവിന്റെ ഒരു എൻകൗണ്ടർ സംഭവിക്കുകയാണ്. സ്വപ്നം അഥവാ ദർശനത്തിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ ഒരു അപ്രോച്ചാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത്. പുത്രന്മാരും പുത്രിമാരും പരിശുദ്ധാത്മ നിറവിലൂടെ എന്ത് ചെയ്യും? പ്രവചിക്കും, ആരാധിക്കും, ഒക്കെ സംഭവിക്കും. ഇനി ഒരു കാര്യം കൂടെ പറയാം. മലയാളി ചർച്ചകൾക്ക് അത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയത്തില്ല. ഈ മലയാളി ചർച്ചുകൾ പൊതുവെ 10-20 വർഷം കൂടെ ആയല്ലോ. അറിഞ്ഞോ അറിയാതെയോ ചെറുപ്പക്കാരിങ്ങനെ ചർച്ചിൻ്റെ ബോർഡർ ലൈൻ ഇപ്പം നിൽക്കുകയാണ്. അവരെത്രമാത്രം ചർച്ച് അക്കോമഡേറ്റ് ചെയ്യുന്നു അതനുസരിച്ച് തന്നെ അവരകത്ത് നിൽക്കത്തുള്ളൂ. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ വി ഷുഡ് മേക്ക് ഷുവർ, നമ്മളെപ്പോഴും മേക്ക് ഷുവർ ചെയ്യണം, നമുക്ക് നൽകിയ ദർശനത്തിൻ്റെ അകത്ത് തലമുറയ്ക്ക് ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. ഒന്ന് കര ഉയർത്തിപ്പിടിക്കുന്നു. നമുക്ക് ദൈവം തന്ന ദർശനത്തിൻ്റെ അകത്ത് ജനറേഷന് ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ വെളിപ്പാട് എനിക്ക് കിട്ടിയ ശേഷം എൻ്റെ എല്ലാ മെസ്സേജിലും 30% of message time and the content I share for the generation. എനിക്ക് 10 മിനിറ്റ് സമയം കിട്ടിയുള്ളെങ്കിൽ then the 4 minutes for the generation, 6 minutes for adults, the above ages. Very important. കാരണം സ്വപ്നം പൂർത്തീകരിക്കപ്പെടാൻ തലമുറകളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നു. തലമുറയില്ലാതെ ഒരു പ്രസ്ഥാനവും വിജയിക്കില്ല. ഒരു സംഘടനയും ലോകത്ത് തലമുറ ഇല്ലാതെ വിജയിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു കുടുംബം വിജയിക്കോ തലമുറ ഇല്ലാതെ? ഏത് രാജ്യത്തിന്റെ ഭാവി ജനറേഷനാണ് അവർക്കെന്ത് പരിമിതിയുണ്ടെന്ന് മനസ്സിലാക്കി അവരുടെ അടുക്കലേക്ക് സ്വപ്നം പൂർത്തീകരിക്കപ്പെടുവാൻ, എൻകൗണ്ടർ ഉണ്ടാകുവാൻ, we should submissive and we give an opportunity. കരങ്ങളൊക്കെ തട്ടി കർത്താവിന് സ്തോത്രം ചെയ്യണം. താങ്ക് യു ജീസസ്. നമ്മുടെ ചർച്ചിൽ തലമുറകൾ കഴിഞ്ഞൊരു വർഷത്തിൽ
ഒരു പ്രാവശ്യമെങ്കിലും ആത്മനിറവോടെ ആരാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ദിറ്റ് ഈസ് എ ചെക്ക് ലിസ്റ്റാണ് ചർച്ചുകൾക്കുള്ളത്. എവിടെങ്കിലും നാട്ടിൽ വെച്ച് അഭിഷേകം പ്രാപിച്ച് ഇവിടെ ഒന്ന് അന്യഭാഷ തുടരുന്നല്ല പറഞ്ഞത്. ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് നിറവ് പ്രാപിച്ചിട്ടില്ലാത്ത, സ്പർശനമില്ലാത്ത അനവധി തലമുറകൾ നമ്മുടെ ചർച്ചിലുണ്ട്. ലീഡേഴ്സ്, യങ് പീപ്പിൾ ആൻഡ് എവരിവൺ ഇൻ ദ ചർച്ച് വെരിഫൈ വെദർ they have touched by the Holy Spirit. Praise the Lord. ഞാനൊരു കാര്യം മേക്ക് ഷുവർ ചെയ്യും. എൻ്റെ 1 വർഷത്തിലല്ല 6 മാസത്തിൻ്റെ ജേർണിയിലും ശുശ്രൂഷയിലും ഞാൻ എപ്പോഴും വെരിഫൈ ചെയ്യും. ലോർഡ്, ത്രൂ മൈ മെസ്സേജ്, ത്രൂ ദ വർഷിപ്പ് ആൻഡ് കമ്മിറ്റ്മെന്റ് ഓഫ് മൈ ലൈഫ് ഇൻ മിനിസ്ട്രി, whether I am touched towards the generation. Praise the Lord. Because എനിക്ക് കഴിഞ്ഞ ശേഷം സ്വപ്നം പൂർത്തീകരിപ്പാൻ ഈ ഭൂമിയിൽ എനിക്ക് മറ്റാരെയും ബൈബിളിൽ കാണാനില്ല. ഈ തലമുറയോടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കരങ്ങളൊക്കെ നടിച്ച് കർത്താവിന് ആത്മനിറവോടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. പരിമിതികൾക്കപ്പുറത്ത് ശാന്തരായിട്ടിരിക്കാതെ ഒരു തീരുമാനം ഇന്ന് പകലെടുക്കണം. ശാന്തരായി നിൽക്കാതെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഈ തലമുറകളിൽ ഉണ്ടാകുവാൻ. Thank you, Jesus. I want to close ഈ വെരി ഇമ്പോർട്ടന്റ് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. തലമുറകൾക്ക് പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഉണ്ടാകാതിരിക്കാൻ ഉണ്ടാകുന്ന ഒരു വിഷയങ്ങളും ചർച്ചയിൽ ഉണ്ടാകരുത്. പരിശുദ്ധാത്മാവിന് ഇടപെടൽ തലമുറകൾക്ക് സ്പർശിക്കപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യവും ചർച്ചിൽ നാം കൊടുക്കരുത്. Because generation, they are connected to the promises of God. നമ്മുടെ സ്വപ്നങ്ങൾ നാമായിട്ടുടച്ചു കളയരുത്. മനസ്സിലാക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എനിക്കിന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിക്കുമ്പോൾ ജോഷിയുടെ മകളെന്നോ, പക്ഷെ ശമുവേലിന്റെ മകനെന്നോ, പ്രിയ സോണിയുടെ തലമുറയെന്ന് എനിക്ക് അങ്ങനെയല്ല വിഷയം. ദിസ് ഇസ് അവർ ജനറേഷൻ. ആരുടെ മക്കൾ എന്നുള്ളതല്ല, ഈ തലമുറയോട്, നമ്മുടെ തലമുറയോട് സംവാദം ചെയ്യുവാൻ പരിശുദ്ധാത്മ വന്നിരിക്കുന്നു. We should be ready for an encounter the great promises of God. വിശുദ്ധന്മാരുടെ കരങ്ങളൊക്കെ നടിച്ച് തലമുറകൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു കൊടുക്കണം. Thank you, Jesus. എനിപ്നിയോൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എനിപ്നിയോൻ. ആ ടേമിൽ നിന്നാണ് സ്വപ്നം പൂർത്തീകരിക്കപ്പെടുന്നത്. തലമുറകളെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. അനേകർക്ക് സ്വപ്നമുണ്ട്, പലതും പിടിച്ചു നിർത്താനായിരിക്കാം. തലമുറകളെ കൂടെ നിർത്തി വേണം നമ്മുടെ സ്വപ്നം പൂർത്തീകരിപ്പാൻ. ഒന്ന് കരയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? എത്രയോ നേതാക്കന്മാർ, എത്രയോ നമ്മുടെ മുമ്പിൽ നടന്നു പോയവർ, അവരറിഞ്ഞോ അറിയാതെയോ തലമുറകളെ മാറ്റി നിർത്തി. ഈ തലമുറയുള്ള ദൈവത്തിന്റെ സന്ദേശമാ. ഞാനൊന്നും ചെയ്തില്ലെങ്കിലും എന്നെ കൊണ്ട് ഇത്ര ചെയ്യാൻ കഴിയുള്ളൂ, എനിക്കറിയാം. ഇതിന്റെ അപ്പുറത്ത് പരിമിതികളെ മറികടന്ന് ഈ തലമുറകളുമായി ദൈവത്തിനോട് കണക്ഷൻ ഉള്ളത് കൊണ്ട് ഒരു വാഗ്ദത്തം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ലോർഡ്, ഐ ഓപ്പൺ ദിസ് ചർച്ച് ആൻഡ് പ്ലാറ്റ്ഫോം ഫോർ ദ ജനറേഷൻ. താങ്ക് യു ജീസസ്. മെത്തഡിസ്റ്റ് ചർച്ച് ആയിരുന്നു ഇവാൻ റോബർട്ട്സിന്റെ ചർച്ച്, സ്വാൻസിയിലുള്ള മോറിയ ചാപ്പൽ. 12ാമത്തെ വയസ്സിൽ ഹി സോ എ ഡ്രീം. പ്രാർത്ഥിക്കണം, തൻ്റെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ കറന്റ് ടൈമിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹി സ്റ്റാർട്ടഡ് പ്രയർ. നീണ്ട 11-12 വർഷങ്ങളോളം ഞാൻ പ്രാർത്ഥിച്ചു. When he became 23 years of age, as a Sunday school teacher in his Methodist church. പെന്തക്കോസ്തുകാരുടെ ഇടയിലല്ല ആത്മനിർവാദി ഇറങ്ങി വന്നത്. മനസ്സിലായ? അന്യഭാഷ പറയുന്ന പാരമ്പര്യ പെന്തക്കോസ്തുകാരുടെ ഇടയിലോ മലയാളി പെന്തക്കോസ്തുകാരുടെ ഇടയിലോ ഒന്നും അല്ല ഈ വാഗ്ദത്തം. 1900 കാലഘട്ടങ്ങളിൽ ഇറങ്ങി വന്നത്. മനസ്സിലാക്കുന്നവരുണ്ടോ? മനസ്സിലാക്കുന്നവരൊക്കെ ഒന്ന് കരകുർത്തി പിടിക്കേ. മെത്തഡിസ്റ്റ് ചർച്ചിൻ്റെ അകത്ത് സൺഡേ സ്കൂൾ ടീച്ചർ ആയിരുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ടീച്ചർ, മോർ ദാൻ 12 years അദ്ദേഹം
ക്ലാസ് റൂമിൽ കുട്ടികളിരുന്ന് കരയാൻ തുടങ്ങും. And he asked, what happens? They are saying, Lord, we are sinners. We want to cleanse our sins. പാപങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങി. And immediately he felt the presence of God. അദ്ദേഹവും കരയാൻ തുടങ്ങി. ആ കരച്ചിലും ആ പ്രാർത്ഥനയും ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും മണിക്കൂറുകൾ മുൻപോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടത് 5, 6, 10, 20 പേര് മാത്രമുണ്ടായിരുന്ന ചർച്ചിൻ്റെ അകത്തു നിന്നും ജനം പുറത്തോക്ക് നോക്കിയപ്പോൾ ആയിരങ്ങൾ ചർച്ചിൻ്റെ പുറത്ത് കോമ്പൗണ്ടിൽ കയറിക്കൂടിയിരിക്കുന്നു. ഹല്ലേലൂയ. കൽക്കരി ഖനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സാധാരണ തൊഴിലാളികളുടെ ഇടയിലോട്ട്, കഷ്ടപ്പെട്ട് കൽക്കരി ഖനിയിൽ ജോലി ചെയ്യുന്ന സാധാരണ ദൈവ സ്നേഹം ഒഴുകി ചെന്നു. ജോലി അവസാനിപ്പിച്ചിട്ട് അവർ ഓടി പള്ളിയുടെ മുമ്പിലോട്ട് വന്നു. പോലീസ് സ്റ്റേഷനിലെ SI, പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ സ്റ്റേഷൻ പൂട്ടി. ഇവിടെ കേസുകൾ ഇനിയില്ല. സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ വരുന്ന സാധാരണ അമ്മാമ്മമാർ, ആന്റിമാർ, വെള്ളക്കാർ അവർ കയ്യിലുള്ള ബാഗ് നിലത്ത് വെച്ച ശേഷം അവർ കരങ്ങൾ കോർത്തു പിടിച്ച് വെയിൽസിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ തുടർന്നു. വെയിൽസിലെ ഉണർവ് ചരിത്രത്തിന്റെ ഭാഗമായി 1000 വിശുദ്ധന്മാരെ വാർത്തെടുക്കുന്ന ഒരു ഉണർവായിട്ട് ഈ തലമുറയിൽ, നമ്മുടെ തലമുറയിൽ കാണുന്ന പോലെ തന്നെ ഒരു സാധാരണ ചെറുപ്പക്കാരനിലൂടെ ഒരു സൺഡേ സ്കൂൾ ക്ലാസ് റൂമിൽ ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് 2026 ഈ ദിവസത്തിൽ, ഈ ശനിയാഴ്ചയും ഈ തലമുറയോട് സ്പർശിപ്പാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരൊന്ന് കരങ്ങൾ തട്ടി ആത്മാവിൽ അതിശക്തിയോടെ ആരിന്ന് പകൽ പരിശുദ്ധാൽ ഏൽപ്പിച്ചു കൊടുക്കും. ആരിന്ന് പകൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. പരിശുദ്ധാത്മാവേ, എനിക്ക് ആ സ്പർശനം ഒന്ന് ആവശ്യമാ. I want the real touch of God. ജനറേഷനോട് ഇടപെടുന്ന ഒരു കർത്താവ്. താങ്ക് യു ജീസസ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. UK ഒരു വലിയ മിഷൻ വേൾഡാണ്. ഭയങ്കര വാസ്യമായ ഒരു മിഷൻ ഫീൽഡാണ് UK, യൂറോപ്പ്. പക്ഷെ എത്ര പേർ കാണുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ ആ മിഷൻ ഫീൽഡ് മുഴുവനും കിടക്കുന്നത് നമ്മുടെ അഡൽട്ടായ മലയാളി സമൂഹത്തിനിടയിൽ ആളുകൾ കാണുന്നു. അവിടെ നിന്നും മാറി ഇറങ്ങിക്കഴിഞ്ഞാൽ 15, 20, 22 വയസ്സുള്ള ആയിരക്കണക്കിന് നമ്മുടെ തലമുറകൾ, മറ്റു ഭാഷക്കാരുടെ തലമുറകൾ രാവിലെയും വൈകിട്ടും നഷ്ടപ്പെട്ട് ഈ പട്ടണങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. Let us come together and see the encounter in his promise to the generation. നമ്മുടെ കൺമുമ്പിൽ തന്നെ നമുക്ക് ഈ തലമുറകളോട് ഇടപെടുന്ന ഒരു ദൈവത്തെ കാണണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നമ്മുടെ തലമുറയിൽ തന്നെ നമുക്ക് ഈ ജനറേഷനോട് ഇടപെടുന്ന ഒരു ദൈവത്തെ കാണണം. എനിക്ക് സ്വപ്നം പൂർത്തീകരിക്കുന്ന അടുത്ത മെസ്സേജിലൊന്നും ഞാൻ പോകുന്നില്ല. ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ടോപ്പിക്. മെനി ടൈംസ് ഐ ക്യാൻ പ്രീച്ച്. ഒരു 3 ദിവസം തന്നെ കണ്ടിന്യൂസ് ആയി പല ചർച്ചകളിൽ, കോൺഫറൻസും കൺവെൻഷനുമായി പറഞ്ഞൊരു സന്ദേശമാണ്. ബട്ട് ഐ വാണ്ട് ടു സ്റ്റോപ്പ് ദിസ് ടോപ്പിക് ഹിയർ. ബട്ട് ഫോർ 5 to 7 minutes ഐ ആം ഗോയിങ് ടു കൺക്ലൂഡ്. ഈ മെസ്സേജിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് ഒന്ന് കൊണ്ടുവന്ന് നിർത്താൻ ആഗ്രഹിക്കാം. ഐ വാണ്ട് ടു സീ ദ ജനറേഷൻ ഫ്രം ദിസ് പ്ലേസ് ടുഡേ. നിങ്ങൾ എത്ര പേര് ഒരു എൻകൗണ്ടറിന് വേണ്ടി ആഗ്രഹിക്കും? നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കും? നിങ്ങൾ സാധാരണപ്പെട്ടൊരു പെൺകുട്ടിയായിരിക്കാം. ജസ്റ്റ് എ സിമ്പിൾ ബോയ്, മേ ബി എ സിമ്പിൾ മാൻ ഓർ വുമൺ, whoever it is. But God has a specialized dream about your life. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Above than every facilities, God has a dream to fulfill your life. ചുമ്മാ ബൈബിൾ എഴുതി വെക്കത്തില്ലല്ലോ. എനിപ്നിയോൻ, he want to encounter with your generation. 2026 ഈ പട്ടണത്തിലെ തലമുറകളുമായി ഞാൻ സംവാദം ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങളുടെ ചർച്ചിൽ നിങ്ങളുടെ തലമുറകളുമായി God likes to make an encounter. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അത് മനസ്സിലാക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രാർത്ഥനാ റൂമിൽ ഇറങ്ങി വന്ന എൻകൗണ്ടർ നിമിത്തമാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. ആ കാലം എന്നെ കർത്താവ് പിടിച്ചുണർത്തി പുറത്തു കൊണ്ടുവന്നു. എൻ്റെ കൂടെ പല ആളുകളെയും പിന്നീടുള്ള സമയങ്ങൾ
എനിക്ക് ഉണർത്തി പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ടിൽ നൗ, ഇന്നും അനവധി ചെറുപ്പക്കാരെ, അനവധി യങ് കപ്പിൾസിനെ കർത്താവിൻ്റെ പദ്ധതിക്ക് വേണ്ടി കൊണ്ടുവരുവാൻ, അവർ എക്വിപ്പ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ God using me because ഇതൊരു പാഷൻ ആയതുകൊണ്ടാണ്. ഈ ആഗ്രഹം നിന്റെ മേൽ കിടക്കുന്നെങ്കിൽ, നീ ഫ്ലൈറ്റ് കയറിയാലും ഈ അനോയിന്റ് നിന്റെ മേൽ കിടക്കും. നീ എവിടെ പോയി ഇരുന്നാലും ഒരു അനോയിന്റ് നിന്റെ മേൽ കിടക്കും. തലമുറകളെ വിടുവിച്ചെടുക്കാനുള്ള അനോയിന്റ്. പാഷൻ brings the promises of God fulfillment. നിന്റെ അകത്തൊരു പാഷൻ ഉണ്ടെങ്കിൽ God will make it. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? Let us see. അങ്ങനെ മനസ്സിലാക്കുന്നവരൊക്കെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിന്നാട്ടെ. I want to see every young people here today. നിങ്ങൾ ആരും ലജ്ജിക്കേണ്ട. Let us stand up now and see how you wanted to fulfill the dream to your life. Thank you, Jesus. ഒരു കാലത്ത് ഒരു വാട്ടർ കോള് അനവധി ദേവദാസന്മാർ നടത്താറുണ്ട്, നിങ്ങൾ കാണാറുണ്ട്. ചിലപ്പോൾ വാട്ടർ കോളിൽ ഒരു ചെറുപ്പക്കാരെ വരത്തുള്ളൂ. ബട്ട് ആ ഒരു ചെറുപ്പക്കാരനെ ആരെയും കർത്താവ് വന്ന് കണ്ടിട്ടുള്ളത്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ സ്നാനത്തിന് വന്നിട്ടുള്ളവരാണ്, സ്നാന ശുശ്രൂഷയ്ക്ക് വന്നിട്ടുള്ളവരാണ്. But the meeting is going to divert in a different way. That is not my problem. Because this is the plan of God. Praise the Lord. ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് I decided it. ഞാൻ തീരുമാനിച്ചു. Wherever I reach and give the messages, finally my time for the young people. Praise the Lord. സന്തോഷമുണ്ട്. Because that is the time now. ഈ കാലം അതിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരികയാണ്. നിങ്ങളെല്ലാവരും ആത്മശക്തി പ്രാപിക്കണം. പ്രാക്ടീസിങ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, നോട്ട് ബൈ സ്പീക്കിംഗ് ദ ടങ്. ഇങ്ങനെ അന്യഭാഷ സംസാരിച്ചിട്ടല്ല, ബൈ അണ്ടർസ്റ്റാൻഡിംഗ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. തെറ്റിദ്ധരിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും, once you speak tongue only you will feel the power of the Holy Spirit. No, you have a heart, a passion to be closer to God. ദൈവത്തിന്റെ അടുക്കലേക്ക് വരണമെന്നുള്ള ഒരു ആഗ്രഹം, ഒരു പാഷൻ നിങ്ങളുടെ അകത്ത് വരുമ്പോൾ the power of Holy Spirit builds your life. ഒന്ന് കരയുയർത്തി പിടിച്ചിട്ട് എല്ലാവരും ഒന്ന് praise the Lord. അപ്പോൾ ഇന്നത്തെ പകൽ ഈ കുഞ്ഞുങ്ങളെ തലമുറകള് God want to make their life in exceptional way, to encounter by the Holy Spirit, to fulfill some special promises of God. I don't know what they feel it. വിദ്യാഭ്യാസപരമായിട്ടോ ജോലിപരമായിട്ടോ, maybe personal troubles, anywhere. നിങ്ങൾ മാരേജ് അതൊന്നും ഓർക്കണ്ട. But God calls this generation. ദൈവ തലമുറയെ വിളിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന പാരൻസ് ഒക്കെ ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ടൊന്ന് കരയുയർത്തി പിടിച്ചാട്ടെ. I believe my generation called by God. ഇവിടെ ഇരിക്കുന്ന എത്ര പാരൻസ് കരമുയർത്തി ഒന്ന് പ്രാർത്ഥിക്കും? ആ ഇരിക്കുന്നിടത്ത് കരമുയർത്തി പ്രാർത്ഥിച്ചോ? കഴിയുമെങ്കിൽ നിങ്ങളുടെ സ്പീക്കിംഗ് ടങ്സ് അന്യഭാഷ പ്രാപിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ വായികൾ തുറന്ന് അന്യഭാഷ പറയാൻ തുടങ്ങുക. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട് തന്നെ ഒന്ന് ചലിക്കട്ടെ. ആരും പരസ്പരം ശ്രദ്ധിക്കേണ്ട. Let speaking tongues and be the power free Holy Spirit. ആ ബൈബിളൊക്കെ ഒന്ന് മാറ്റി വെച്ചാട്ടെ. 2 മിനിറ്റ് സമയത്തേക്ക് ബൈബിളൊക്കെ ഒന്ന് മാറ്റി വെച്ചാട്ടെ. Let us എല്ലാ പേരൻസും പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം ഈ തലമുറകളെ തൊടുവാൻ വേണ്ടി. ഒരുപക്ഷെ നിങ്ങൾ അടുത്ത സൺഡേ, നാളെ സൺഡേയിൽ ചർച്ചിലേക്ക് മടങ്ങി പോകുമ്പോൾ you will speak to a generation നിങ്ങൾ പറയും, മക്കളെ, God is telling me. നാളത്തെ സൺഡേ നിങ്ങൾ ചർച്ചിൽ മടങ്ങി പോകുമ്പോൾ, നിങ്ങൾ ഏത് ചർച്ചിലാണെങ്കിലും നിങ്ങൾ മടങ്ങി പോകുമ്പോൾ, ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് പകൽ വീട്ടിൽ പോകുമ്പോൾ വൈകിട്ട് മക്കളോട് പറയും, God എന്നോട് ഇന്ന് പറയുകയായിരുന്നു, സംസാരിക്കുകയായിരുന്നു, എന്റെ കുട്ടികളായ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകാൻ പോവുകയാ. God is going to touch their life.
അന്യഭാഷ. അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. അസാധാരണമായ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഉലാവിക്കൊണ്ടിരിക്കുന്നതിനാൽ ആരും മൗനമായിട്ടിരിക്കേണ്ട. അല്പസമയം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇവിടുത്തെ എല്ലാ കോട്ടകളും അഴിഞ്ഞു മാറട്ടെ. ദൈവസഭകളിൽ തലമുറകൾക്കെതിരായി, കുടുംബങ്ങളിൽ തലമുറകൾക്കെതിരായി, ചർച്ചിനകത്ത് തലമുറകൾക്കെതിരായി, ദേശങ്ങളിൽ, സംഘടനകളിൽ, സഭകളിൽ, സമൂഹങ്ങളിൽ തലമുറകൾക്കെതിരായി നിൽക്കുന്ന എല്ലാ പൈശാചിക പോരുകളും, എല്ലാ അന്ധകാര ശക്തികളും കെട്ടിപ്പൊട്ടി അഴിഞ്ഞു മാറുവാൻ എല്ലാവരും ആത്മാവിശക്തിയോടെ ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. ആരും മൗനമായിട്ടിരിക്കണ്ട. എല്ലാവരും കരങ്ങൾ അടിച്ച് അല്പസമയം ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുക. അസാധാരണമായ ഒരു ഫ്രീഡം ഇതിനകത്ത് കർത്താവ് ചെയ്യട്ടെ. ദേശത്ത് നിൽക്കുന്ന വ്യാപാര ശക്തികൾ ഈ തലമുറകളെ ടച്ച് ചെയ്യാൻ പാടില്ലല്ലോ. ചർച്ചിൽ ദൈവസഭ സ്വാതന്ത്ര്യമാകട്ടെ. ഈ തലമുറകളുടെ ദൈവശക്തി ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സംവാദം, ദൈവത്തിന്റെ ഇടപെടൽ, പ്രാക്ടീസിംഗ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എല്ലാവരും കരങ്ങൾ താട്ടി അല്പസമയം അന്യഭാഷകളിൽ ചില സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാ. ചില സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാ. നീ കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ, നീ ചിന്തിച്ചിട്ടുള്ള സ്വപ്നങ്ങൾ, നീ ഭാരപ്പെടുന്ന വിഷയങ്ങളിലെ സ്വപ്നങ്ങൾ, നീ എഴുതി വെച്ച സ്വപ്നങ്ങൾ മറന്നുപോയി. നീ എഴുതി വെച്ച സ്വപ്നങ്ങൾ മറന്നുപോയി. നിന്റെ പ്രാർത്ഥന മങ്ങിപ്പോയി. നീ എഴുതി വെച്ച പ്രാർത്ഥന ജീവിത സ്വപ്നങ്ങൾ മങ്ങിപ്പോയി. എന്നാൽ പരിശുദ്ധാത്മ ഇന്ന് പകൽ നിന്നെ ഉണർത്തിയെടുക്കുകയാ. നീ മറന്നു പോയെങ്കിലും എന്റെ ദൈവം മറന്നു പോയിട്ടില്ല. വിശ്വസിക്കുന്നവർ മാത്രം. നീ മറന്നു പോയെങ്കിലോ എന്റെ ദൈവം മറന്നു പോയിട്ടില്ല. അവൻ കാലങ്ങളെ നിയന്ത്രിക്കുന്നവൻ, അവൻ സമയങ്ങളെ നിയന്ത്രിക്കുന്നവൻ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ചില സ്വപ്നങ്ങൾ ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടുകയാ. ദൈവ സന്നിധിയിലേക്ക് സ്വപ്നങ്ങൾ നിറയാൻ കഴിയുമോ? Are you able to do that? Hallelujah. അബ്രഹാം സാറയുടെ കൂടെ ഒരു യാഗപീഠം പണിതു. മമ്രയുടെ തോപ്പിൽ വന്ന് യാഗപീഠം പണിതു. അതായിരുന്നു അവരുടെ സ്വപ്നം. അത്ര സ്വപ്നം ഉണ്ടായിരുന്നു. എന്താണ്? യാഗപീഠം പണിയുക. യാഗപീഠം പണിയുക എന്നൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് കൂടെ നിൽക്കുന്ന എല്ലാ പേരൻസിനും ഈ മെസ്സേജ് ഇപ്പം ഞാൻ പറയാം. നിങ്ങൾ തലമുറകളെ ഓർത്ത് ദുഃഖിക്കേണ്ടവരല്ല. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിക്കൊള്ളുവിൻ, ഭൂമിയിലെ മണൽത്തരികളെ നോക്കിക്കൊള്ളുവിൻ. എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണിക്കോ. എണ്ണാൻ കഴിയാത്ത വിധത്തിൽ അപ്പുറത്ത് സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടും. എത്ര പേർ സന്തോഷമുണ്ട്. ഒന്ന് കരങ്ങളൊക്കെ നിർത്തി വീശിയാട്ടെ. സ്വപ്നങ്ങളൊക്കെ നീ യാഗപീഠത്തിലേക്ക് എടുത്തെറിയ. ഇതാ യാഗപീഠം. തട്ടിപ്പറിച്ച് നശിപ്പിച്ച് കളയുന്ന കയ്യിൽ സ്വപ്നം എടുത്തെറിയരുത്. ആരാധനാലയത്തിൽ എറിയണം. ആരാധന നടക്കുമ്പോൾ എറിയണം. വർഷിപ്പ് ലീഡേഴ്സ് ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ ഇടയിൽ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ട്. അവർ ആരാധന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് നോക്കണ്ട ആരാധിച്ചോ, ഈണം നോക്കണ്ട ആരാധിച്ചോ. നിങ്ങളുടെ അകത്തുള്ള സ്വപ്നം തീയുടെ അകത്തോട്ട് വലിച്ചെറിയണം. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യേ. അങ്ങനെ ചിലരെയാണ് കർത്താവിന് ആവശ്യമുള്ളത്. ഒരു പാട്ടൊന്ന് പാടാൻ നമുക്ക്. പാട്ട് പാടുവാനുള്ള സഹോദരൻ ഒരു പാട്ടൊന്ന് പാടുമ്പോൾ, ഒരു മിനിറ്റ് ഒരു പാട്ടിന്റെ ശൈലി മാത്രം പാടുമ്പോൾ, we will just clap your hands and give a completely submission to the house of the Lord. എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. പാട്ടുകാരനല്ല, പറയാൻ പോകുന്നു, പാടിക്കോളാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹ ലോകത്തിൽ കാമിനി വേഗം വരും. രാജനായി വാ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിൻ ഘോരതരാ ദിശപ്പല്ലോ തകർന്നതാ
കൊല്ലുന്ന മരണത്തിൻ ഘോരതരാ വിഷപ്പല്ലു തകർന്നതാകയാ ഇനി തെല്ലോ ഭയം ഇനി മൃത്യുവിനെ നമ്മൾ വെല്ലോ വിളിക്കുകയാ. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. നിന്റെ സകല സ്വപ്നങ്ങളും ഹല്ലേലൂയ. യേശു കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാം. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഓ ജീസസ്, താങ്ക് യു ലോർഡ്. സ്വർഗത്തിന് ഭൂമിക്കും അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ നടുവിലുള്ള എല്ലാ തലമുറകളെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ ശുശ്രൂഷകന്മാരുടെയും അവരുടെ സകല സ്വപ്നങ്ങളോ അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ഈ ആരാധനയുടെ ത്രോണിലോട്ട് സമർപ്പിക്കുകയാ. യേശുവിൻ നാമത്തിൽ തന്നെ. ഞങ്ങളുടെ ക്രിസ്തുയേശു ജീവിക്കുന്നനാ. ഞങ്ങളുടെ ക്രിസ്തുയേശു മരിച്ചുയർത്തുന്നത് ഇന്ന് ഞങ്ങൾക്കായി ജീവിക്കുന്നനാ. ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങ് നൽകിയിരിക്കുന്ന ദർശനത്തിനൊത്ത വേണം. അങ്ങ് നൽകിയിരിക്കുന്ന സ്വപ്നത്തിനൊത്ത വേണം. അങ്ങ് നൽകിയിരിക്കുന്ന വെളിപ്പാടിനൊത്ത വേണം. അന്തിം വരെ വിശ്വസ്തയോടെ ജീവിക്കുവാൻ കർത്താവേ, ഞങ്ങൾ കേട്ടതുപോലെ തന്നെ ഞങ്ങളുടെ ദർശനത്തെ തടയുവാൻ, ഞങ്ങളുടെ വെളിപ്പാടിനെ തകർക്കുവാൻ യാതൊരു ഇല്ലായ്മത്തിനോ യാതൊരു രോഗത്തിനോ യാതൊരു പ്രയാസത്തിനോ കഴിയില്ല കർത്താവേ. അങ്ങയുടെ ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ആ സ്വപ്നത്തിനൊത്ത വേണം, ആ ദർശനത്തിനൊത്ത വേണം അന്തിം വരെ ജീവിക്കുവാൻ ദൈവമേ കൃപ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ശക്തിയാൽ നിറച്ച് ആത്മാവിനെ നയിക്കപ്പെടുന്നവരായി തീരുവാൻ സ്വർഗമേ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ താഴ്മയോടെ അഭിഷേകം കേൾക്കണമേ സ്വർഗപിതാവേ. അമേൻ, അമേൻ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം.